ഒരു സന്ധ്യാസമയം ഞങ്ങൾക്ക് ദാനം നൽകി കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 വർഷം സെപ്റ്റംബർ മാസത്തിൻ്റെ സ്വതാവസാനത്തെ വ്യാഴാഴ്ച 26 തീയതി വരെ കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾക്ക് ദൈവമേ സ്വന്തം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനമായി നൽകി കൃപയ്ക്കായി സ്തോത്രം. മേഘസമമായി അഗ്നിസമമായി കർത്താവ് ഞങ്ങളെല്ലാം അയക്കുന്ന സ്ഥാനത്ത് താവെ പരിപാലിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന തൻ്റെ ഭക്തന്മാരെ സ്വന്തം പരിചയം കൊണ്ടുവന്ന പോലെ ദയ കൊണ്ട് മറിക്കുന്ന ദൈവത്തിൻ്റെ ആ ദയയും വിശ്വസ്തയും മനസ്സലിവും താവ് ദീർഘക്ഷമയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നയോളം അനുഭവിപ്പാൻ കർത്താവ് കാണിച്ച എല്ലാ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. പ്രത്യേകമായ ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന. ബുധനാഴ്ചകളിലും കർത്താവായി നടത്തപ്പെടുന്നതാണ് ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്ന ഈ സന്ധ്യാസമയം അത് പങ്കെടുക്കുവാൻ ചുരുക്കം ചിലമായി ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന. പകലും അങ്ങയുടെ കാവലും സംരക്ഷണയും ദയയും വിശ്വസ്തയും നിത്യസ്നേഹവും ഒക്കെ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന. ഞങ്ങളെ കർത്താവെ കുഞ്ഞുങ്ങളെ, ഞങ്ങളെ കർത്താവെ യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്തദാസന്മാരെ, കുടുംബങ്ങളെ എല്ലാം വാർത്തകളെ, മാതാപിതാക്കളെ, രോഗികളെ കർത്താവ് വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന. ഓരോരുത്തർക്കും ആവശ്യമുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകിനായി സ്തോത്രം ചെയ്യുന്ന. ജോലിക്കാരെ ജോലിയും വേലക്കാരെ വേലയും കർത്താവ് അനുഗ്രഹിച്ച് അവരെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ മഹാപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. ഞങ്ങളുടെ ദേശത്തിനായി, ഞങ്ങളെ ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്ന, കേരളത്തിനായി പ്രാർത്ഥിക്കുന്ന, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന, ദൂരദേശങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന. വിദ്യാഭ്യാസത്തിന് പോയവർ, ജോലിക്ക് പോയവർക്കായി സ്തോത്രം. വേലയുടെ ബന്ധത്തിൽ പോയവർക്കായി സ്തോത്രം ചെയ്യുന്ന. അവരെയും കർത്താവ് കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന. എല്ലാവിധ ആപത്തും അനർത്ഥങ്ങളും ജനങ്ങളെ വെടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. രോഗത്താൽ ഭാരപ്പെടുന്ന മാറാരോഗങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരികയാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ജനങ്ങളെ താവേ സ്തോത്രം വളരെ താവേ അസമാധാനം ഹല്ലേലൂയ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നല്ലോ. ആശുപത്രിയിലുള്ള ജീവിതങ്ങൾക്കായി, ഐസിലുള്ളവർക്കായി ഞങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദുർഘടങ്ങൾ വർദ്ധിച്ചു വരുന്നു. താവേ മഹാരോഗങ്ങളും അതേപോലെ താവേ വ്യാധികൾ താവേ വർദ്ധിച്ചു വരുന്നല്ലോ. ഹല്ലേലൂയ. താവേ അതമേ മധ്യത്തിൽ താവങ്ങളുടെ ജനമായി ഞങ്ങളെ കർത്താവ് ഉള്ളംകൈയിൽ വഹിച്ച് പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നൽകുന്ന. സൗഖ്യങ്ങൾക്കായി സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന. താവേ പ്രകൃതിക്ഷോഭത്താൽ താവേ രാജ്യങ്ങളൊക്കെ ഭാരപ്പെടുകയാണല്ലോ. പ്രൈസലോ ക്യാമ്പുകളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന സ്തോത്രം. ഞാൻ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്ന, സഭാ നേതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്ന. നീതിന്യായത്തുള്ളവർക്ക് ഭരിപ്പാൻ കൃത്യമായ താവേ വിശ്വാസഗോളത്തെ താവേ ആത്മീയതൽ വിശ്വസ്തരായിപ്പാനും വിശ്വാസം കണ്ടെത്തുന്ന താവേ കാലങ്ങളാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്ന. പാവിത്യങ്ങളെ കുറിച്ചുള്ള താവേ എടുക്കുന്ന ക്ലാസ്സിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് അനുഗ്രഹമായിരുന്നല്ലോ. ഞങ്ങളുടെ ദാസൻ വി എസ് തോമസ് പാസ്റ്ററിനായി സ്തോത്രം. തൻ്റെ കുടുംബത്തിനായി സ്തുതിക്കുന്ന, നാട്ടിലായിരിക്കുന്ന ദിവസങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവേ ഇവിടെ കൂടി വരുന്ന സഭയ്ക്കായി സ്തോത്രം. തൻ്റെ മാതൃസഭയ്ക്കായി സ്തുതിക്കുന്നു. തൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. അതാവേ സ്വന്തം ദുബായിലുള്ള താവേ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന. ഇവിടേക്ക് ഞങ്ങളുടെ ദാസൻ താവേ ശുശ്രൂഷിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, സഭകൾക്ക് അത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്യോപദേശം അത് പത്യമായി തന്നെ സംസാരിപ്പാൻ, അത് താവേ അതിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങളുടെ ദാസൻ കർത്താവ് നൽകിയ താവേ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകൾക്ക് ഈ ക്ലാസ്സിൽ ഞങ്ങൾക്ക് തീരുമാനം അനുഗ്രഹമാണല്ലോ, ആശ്വാസമാണല്ലോ, ബലമാണല്ലോ. അതാവേ ഞങ്ങൾ പഠിക്കുകയും വായിക്കുകയും അതാവേ അനുസരിക്കുകയും ചെയ്യുന്ന നിമിത്തമായിട്ട് ഞങ്ങൾക്കും ഞങ്ങൾ ഇടപെടുന്ന ജീവിതങ്ങൾക്കെല്ലാം അതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുന്ന ഓരോരുക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ സമർപ്പിക്കുന്ന. പ്ലസ് മീഡിയയുടെ പ്രവർത്തകർക്കായി, ദേവദാസന്മാർക്കായി സ്തോത്രം. സനൽ പാസ്റ്റർ കുടുംബത്തിനായി സ്തുതിക്കുന്നു. കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദേവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം, പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ടിന്റെ ചില ഈരടികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയും ദേവനും കൈക്കൊണ്ട, ആത്മരക്ഷയും ദേവനും കൈക്കൊണ്ട, ആത്മമരണം മാറും നീതിയില്ലവൻ വാഴും, ആത്മമരണം മാറും നീതിയില്ല
നമുക്ക് പ്രാർത്ഥിക്കാം. ബിനുമോൻ നമ്മള് പ്രാർത്ഥിക്കുന്നത്. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. സ്നേഹിക്കുന്ന കർത്താവേ, ഒരുമിച്ച് നിന്റെ പാദത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ തിരുവചനം പഠിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. മീറ്റിംഗിൽ ഇടയുന്ന കർത്താവിന്റെ ദാസനായ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരത്തിൽ ദൈവകൃപ കൊണ്ട് ദൈവശക്തി കൊണ്ടും എല്ലാവരെയും നിറയ്ക്കുമാറാക്കണം. സമ്പൂർണമായ ദൈവകരങ്ങളിൽ താഴ്ച കർത്താവേ, പ്രത്യേകാൽ പ്രിയ സാറിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ക്ലാസുകൾ എടുപ്പാൻ ദൈവം സഹായിക്കണം. ഉയരത്തിലെ ജ്ഞാനത്താലും ദൈവകൃപയാലും ദൈവശക്തിയാലും അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. ക്ലാസുകൾ അനുഗ്രഹമാക്കി കർത്താവ് കൽപ്പിക്കുന്നു. യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സുദിനം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ ഈ നാളുകളിൽ സാറിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളായി സാറ് നാട്ടിൽ വന്നിട്ടുണ്ട്. സാറിന്റെ യാത്രയ്ക്ക് ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ക്ഷേമത്തോടെ എത്തിച്ചേർന്നു. ചില ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നു. ശേഷം വീണ്ടും നാട്ടിലേക്ക് കടന്നു പോകും. ഈ ദിവസങ്ങളൊക്കെ സാറുകൂടി ആയിരിക്കുമ്പോൾ കർത്താവ് സൂക്ഷിക്കട്ടെ. വളരെ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്കായിരിക്കാം.
സമയം സാറിനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ഫാനിന്റെ ശബ്ദം കൂടുതലായിട്ട് വരുന്നു തോന്നുന്നുണ്ട്. ഇല്ല, കുഴപ്പമില്ല, കേൾക്കുന്നില്ല. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു ആവശ്യമുണ്ട്. ദൈവവചന ചിന്തയ്ക്കായി പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3-ാം തീയതി നാട്ടിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. നിങ്ങളുടെ പ്രാർത്ഥന യാത്രകൾക്കൊക്കെ അനുഗ്രഹമായിരുന്നു. ദൈവം അനുവദിച്ചാല് വരുന്ന 5-ാം തീയതി അടുത്ത ശനിയാഴ്ച വീണ്ടും ഞാൻ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമുക്ക് ഓരോ ദിവസവും അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നല്ലോ. എനിക്ക് റൂമിൽ അല്പം വെളിച്ചത്തിന്റെ അഭാവമുണ്ട്. ഇവിടെ ഒരു ട്യൂബ് മാത്രമേ റൂമിലുള്ളതുകൊണ്ട് എനിക്ക് വായിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വാക്യം പറയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കും. നമുക്ക് പഠന ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച ഉപമയെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ പല കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പ്രത്യേകാല ഉപമയിൽ കർത്താവ് സൂചിപ്പിക്കുന്ന അതിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രധാനമായ 2-ാമത്തെ ഭാഗത്തേക്കാണ് നമുക്ക് ഇന്ന് രാത്രി കടന്നു വരാനുള്ളത്. വിത്ത് മുള്ളിനടിയിൽ വീണതിനെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതാണ് സുവിശേഷം 13-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം കാണാൻ കഴിയും. ഞാനത് വായിക്കാം. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി പോകുന്നതാകും. മത്തായി സുവിശേഷം അങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകന്നു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തില് 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ലൂക്കോസ് രേഖപ്പെടുന്നത്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. കേട്ടോ, 3 സുവിശേഷകന്മാരും ആ വാക്യത്തെ, ഒരു സന്ദർഭത്തെ യേശു പറഞ്ഞ ഒരു വാക്യന് 3 പേരും രേഖപ്പെടുത്തുമ്പോൾ വളരെ ആഴമേറിയ ചിന്തകൾ വ്യത്യസ്തമായിട്ട് 3 സുവിശേഷകന്മാരും അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയാം. മത്തായി പറയുമ്പോൾ ശ്രദ്ധിച്ചാട്ട്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനം കേൾക്കുന്നുവെങ്കിലും 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് ആ വചനം ഞെരുക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നു, ഫലമില്ലാതെ പോകുന്നു. മർക്കോസ് പറയുമ്പോൾ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും, അടുത്ത പദം കൂടെ ശ്രദ്ധിക്കണം, മറ്റു വിഷയമോഹങ്ങളും 3 കാര്യങ്ങൾ വചനത്തെ ഞെരുക്കുമെന്ന് മർക്കോസ് രേഖപ്പെടുന്നു. ഇനി 3-ാമത്തത് ലൂക്കോസിന്റെ 8-14 വായിച്ചാല് മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്ര. സാറേ, മർക്കോസിന്റെ റെഫറൻസ് പറയാം. 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യം, ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, മത്തായി 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഈ 3 വാക്യങ്ങളും നിങ്ങൾ വായിച്ച് അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ പഠനത്തിനായി.
വീഡിയോ സ്ട്രക്ക് ആയാലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, അത് കുഴപ്പമില്ല, അത് മതി. നമ്മളിവിടെ വായിക്കുമ്പോൾ മറ്റ് രണ്ട് വിഭാഗത്തെക്കാട്ടിലും മൂന്നാമത്തെ വിഭാഗത്തിൽ അല്ലെങ്കിൽ വിത്തിന് ആയുസ് ദീർഘമാണെന്ന് തോന്നുന്നു, അല്ലെ? രണ്ടുപമ നമ്മൾ വായിക്കുമ്പോഴും ഒന്ന് വഴിയരികിൽ വീണതും രണ്ട് പാറസ്ഥലത്ത് വീണതിനും എന്തില്ല, ആയുസ് വളരെ കുറവാണ്, അത് പെട്ടെന്ന് ഇല്ലാതാകുന്നു. എന്നാൽ മൂന്നാമത്തെ വിഭാഗമായിരിക്കുന്ന ഉള്ളിന് ഇടയിൽ വീണ വിത്തിന് ആയുസ് കുറച്ചുകൂടെ ദീർഘമാണ്. പക്ഷെ ആ വിത്ത് ഫലമില്ലാതെ പോകുന്നതിന് കാരണമാണ് കർത്താവ് പറയുന്നത്. ഒരു സുവിശേഷൻ 2 കാരണം പറഞ്ഞു, മർക്കോസ് 3 കാരണം പറഞ്ഞു, ലൂക്കോസും 3 കാരണങ്ങളാൽ വിത്ത് ഫലരഹിതമായി തീരുന്നതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇനി നമ്മള് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ സുവിശേഷകന്മാര് പറയുന്ന വിത്തിനെ ഫലമില്ലാതാക്കി മാറ്റുന്ന, വിത്ത് ഫലം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വിത്ത് ആരിൽ വീണു ആ വ്യക്തിയിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് വിത്തിന് ഫലം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കുന്നത്. അതിലൊന്നാമത്തത് നമ്മൾ ചിന്തിച്ചാല് അവിടെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറയും. ഈ ലോകത്തിന്റെ ചിന്തകളാലും എന്ന് പറയുന്നത്, അല്ലെ? ഈ ലോകത്തിന്റെ ചിന്ത, വിതയ്ക്കപ്പെട്ട വചനം അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുന്ന വചനം മറ്റൊരു ലോകത്തിൻ്റെതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ആ വാക്കിനകത്ത്. കാരണം വചനം ഒരിക്കലും ആരുടെയല്ല, ഈ ലോകത്തിൻ്റെതല്ല. പക്ഷെ വചനത്തെ ഫലമില്ലാതാക്കി മാറ്റുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ ചിന്ത. അപ്പൊ നാം ജീവിക്കുന്നത് ഈ ലോകത്താണ്. വചനം ഒരിക്കലും ഈ ലോകത്തിൻ്റെതല്ല, അത് മറ്റൊരു ലോകത്തിൻ്റെതാണ്. അപ്പൊ വിതയ്ക്കപ്പെടുന്ന വചനം മറ്റൊരു ലോകത്തിൻ്റെതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നു. വിതയ്ക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ലോകത്തിലായതിനാൽ ഈ ലോകത്തിന്റെ ചിന്ത അതിനെ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈ ലോകത്തിൻ്റെതല്ല വചനം, അത് മറ്റൊരു ലോകത്തിൻ്റെതാണ്. ആ ഈ ലോകത്തിൻ്റെതല്ലാത്ത വചനം ഈ ലോകത്തിലാണ് എന്ത് ചെയ്യുന്നത്? വിതയ്ക്കുന്നത്. അപ്പം ഈ ലോകത്തിൽ മറ്റൊരു ലോകത്തിന്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ ചിന്ത എന്ത് ചെയ്യുന്നു? മറ്റൊരു ലോകത്തിന്റെ വചനമായിരിക്കുന്ന വചനത്തെ എന്ത് ചെയ്യുന്നു? ഞെരുക്കി ഇല്ലാതാക്കി അതിനൊരിക്കലും ഫലമില്ലാത്ത അവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും എന്ത് ചെയ്യുന്നു? അത് കൊണ്ടുപോകുന്നു എന്നതാണ് ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറയുന്നതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവന നമ്മുടെ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ ലോകത്തിലുള്ളവനല്ലായികയാൽ ലോകം എന്നെ പകയ്ക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ സുവിശേഷങ്ങളിൽ അത് വായിക്കും. ഞാൻ ഈ ലോകത്തിൽ ഉള്ളവൻ അല്ലായിക എന്ന് പറയാൻ അർത്ഥം എന്താ? നാമ ഈ ലോകത്തിലുള്ളവരാണ്, പക്ഷെ കർത്താവ് ഈ ലോകത്തിലുള്ളവനല്ല. കർത്താവ് മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നവനാണ്. ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട്, ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട്, പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായിട്ട് താൻ മറ്റൊരു ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ലോകം തന്നെ പകച്ചു. എന്നാൽ ഈ ലോകത്തിൽ ആയിരിക്കുന്ന നമ്മെ, ഈ ലോകത്തിൽ ജനിച്ച നമ്മെ, ഈ ലോകത്തിൽ ആയിരിക്കുന്ന നമ്മെ ഒരുപക്ഷെങ്കിൽ അത്ര കൊണ്ട് പകയ്ക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഈ ലോകത്തിലുള്ളവരായതുകൊണ്ട്. പക്ഷെ മറ്റൊരു ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ പകയ്ക്കപ്പെടാനായിട്ടും വെറുക്കപ്പെടാനായിട്ടും ഉപദ്രവിക്കപ്പെടാനായിട്ടും നിഷ്ഫലമാക്കാനായിട്ടും എന്താണ്? വളരെയധികം സാധ്യതകൾ മുൻപിലുണ്ട്. ആ ഒരു കാര്യവും നമുക്കവിടെ കർത്താവിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, നമ്മള് കേരളത്തിൽ നിന്നുള്ളവർ, ഇപ്പൊ നമ്മൾ ബംഗാളികൾ ഇവിടെ വന്ന് പാർക്കുന്നു, താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. നമ്മൾ അവരെ ഏത് കണ്ണിലെ കാണുന്നത്? ഒരു അവജ്ഞ നമുക്ക് അതിനകത്തുണ്ടല്ലേ? ഒരു തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടില് പണിക്ക് വന്നാല് നമ്മൾ ഒരു കേരളീയനെ ബഹുമാനിക്കുന്നത് പോലെയോ അദ്ദേഹത്തോട് ഈ നാട്ടിലുള്ള ഒരാളോട് സംസാരിക്കുന്ന ലാഘവത്തോടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം എന്താ? അവനെ സംബന്ധിച്ച് അവൻ നമ്മുടെ നാട്ടുകാരനല്ല, അവൻ മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പാർക്കുന്നവനാ. ഇതുപോലെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ ബ്രിട്ടനിലോ ഇംഗ്ലണ്ടിലൊക്കെ ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ കടന്നു പോകുന്ന ആളുകളെ അവിടുത്തെ വളരെ വളരെ ഹീനമായ രീതിയിലാണ് ചെയ്യുന്നത്, കാണുന്നതും വീക്ഷിക്കുന്നതും സംസാരിക്കുന്നതും.
അതെന്തുകൊണ്ടാണ്? ആ നാട്ടുകാരല്ലാത്തതുകൊണ്ട്, ആ ദേശക്കാരല്ലാത്തതുകൊണ്ട്, അവിടെ ജനിച്ചു വളർന്നതല്ലാത്തതുകൊണ്ടാണ്. മറ്റൊരു രാജ്യത്ത് ജനിച്ചു വളർന്നവരെ ഉപജീവനത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്, നാം ജനിച്ചു വളർന്ന സ്ഥലത്തിന്റെ സ്വീകരണം ഒരിക്കലും ലഭിക്കത്തില്ല. ഇതുപോലെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഈ ലോകക്കാരന് അല്ലാതെ ലോകം എന്നെ എന്ത് ചെയ്തു പകച്ചു. ഇതുപോലെയാണ് ഉള്ളിനടിയിൽ വീണ വിത്തിനെ കുറിച്ച് കർത്താവ് പറയുമ്പോഴും പറയുന്നത്, ഈ ലോകത്തിന്റെ ചിന്ത, മറ്റൊരു ലോകത്തിൻ്റെതായ വചനം ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ ചിന്ത അതിനെ നിഷ്ഫലമാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? വളരെയധികം പരിശ്രമിക്കും. അതൊരു പൊതുവായ തത്വമാണ്, അതൊരു പൊതുവായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാല് കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന മനുഷ്യൻ, അല്ലെ? മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? മനനം ചെയ്യുന്നവരെന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിന് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? പദം എന്താകും? ചിന്തിക്കുന്ന മൃഗമെന്ന മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ മീനിങ് ഡിക്ഷണറിക്ക് അത് കൊടുക്കും. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ചിന്തിക്കുന്നവനാണ്. എപ്പോഴും ചിന്താകുലനായിരിക്കുന്നവർ, എപ്പോഴും ഓരോരോ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം ആഴമായിട്ട് ചിന്തിക്കുന്ന പ്രകൃതമുള്ളവനാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ചിന്ത നമ്മെ സ്വാധീനിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിനെ ഒന്ന് രണ്ട് വാക്കിൽ ഞാൻ പറഞ്ഞാല്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ ലോകത്തിൽ എങ്ങനെ നാം മാനിക്കപ്പെടാനിടയാണ്. അതൊരു ചിന്തയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈ ലോകത്തിൽ എല്ലാവരാലും എന്ത് ചെയ്യണം? നമുക്ക് മാനിക്കപ്പെടണം, എല്ലാവരാലും അംഗീകരിക്കപ്പെടണം. നമ്മൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ്, അല്ലെ? നമ്മൾ ആരെയും മാനിച്ചില്ലെങ്കിലും നമ്മൾ എവിടെ ചെന്നാലും എന്ത് ചെയ്യണം? മാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. ഇതെല്ലാവരുടെ ആഗ്രഹമാണ്. നമ്മൾ പലരോടും, ഒരു മിനിറ്റ്, അപ്പോൾ നമ്മൾ ആരെയും അംഗീകരിച്ചില്ലെങ്കിലും നമ്മളെ അംഗീകരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം ഒരാൾ നമ്മളെ അംഗീകരിച്ചില്ല, ഒരാൾ നമ്മളെ മാനിച്ചില്ല, നമുക്ക് വളരെ പ്രതിഷേധമാണ് പിന്നെ ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പിന്നെ നമുക്ക് വിരോധം. നമ്മളാണെങ്കിലും പലപ്പോഴും പല നിലയിലും പരാതി പറയും, ഞാനൊരു ദൈവദാസനായിട്ട് ഞാൻ അവിടെ ചെന്നു, പക്ഷെ എന്നെ എന്ത് ചെയ്തില്ല? ആ ദൈവദാസൻ ആദരിച്ചില്ല, എന്നെ മാനിച്ചില്ല, എനിക്ക് വേണ്ട പരിഗണന വന്നില്ല. ഇതൊക്കെ നമ്മുടെ കംപ്ലൈന്റുകളായിരുന്നു. നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? എവിടെ ചെന്നാലും എവിടെ ആയിരുന്നാലും നമ്മളെ എന്ത് ചെയ്യണം? ആളുകൾ ആദരിക്കണം, അംഗീകരിക്കണം, ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. ഇത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉള്ള ഒരു അടങ്ങാത്ത ദാഹമാണ്, അടങ്ങാത്ത ആഗ്രഹം. അപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ മാനിക്കപ്പെടും, അല്ലെങ്കിൽ എങ്ങനെ മാനിക്കപ്പെടണം എന്നുള്ളത് എപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്തൃവേലക്കാരായ നമുക്ക് ഈ ചിന്ത വളരെയധികം കൂടുതൽ. വിശ്വാസികളെക്കാട്ടിലും ഈ ചിന്തയും ഈ ആഗ്രഹവും ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് കർത്തൃശുശ്രൂഷയിലായിരിക്കും. കാരണം നമ്മളാണല്ലോ പലയിടങ്ങളിലും കടന്നു പോകുന്നവരും പലയിടങ്ങളിൽ ചെല്ലുന്നവരും പലയിടങ്ങളിൽ ശുശ്രൂഷ दयालु परमेश्वर तेरा धन्यवाद 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 हालेलुया 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 Thank you Lord, thank you Jesus. धन्यवाद ईश्वर, धन्यवाद ईश्वर, धन्यवाद ईश्वर, thank you Jesus. Hallelujah, 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 hallelujah. धन्यवाद ईश्वर, धन्यवाद ईश्वर, धन्यवाद ईश्वर. Hallelujah, 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 hallelujah. Oh प्रभु तेरा धन्यवाद, प्रभु तेरा धन्यवाद, प्रभु तेरा धन्यवाद. स्तुति की योग्य खुदा तेरा धन्यवाद, महिमा की योग्य ईश्वर तेरा धन्यवाद. Hallelujah.
हालेलुया हालेलुया। आप महान और अनुग्रहकारी परमेश्वर है, हम आपकी महिमा करते हैं प्रभु। धन्यवाद धन्यवाद हालेलुया हालेलुया हालेलुया। आइए प्रभु की उपस्थिति में प्रार्थना के साथ अपने आप को समर्पण करते हुए आए। परमेश्वर के दिए हुए सुंदर समय के लिए प्रभु का धन्यवाद करें। हालेलुया। आमीन। इस सप्ताह में भी हमें परमेश्वर की उपस्थिति में भारत के लिए प्रार्थना करने के लिए भिन्न भिन्न स्थानों से एकत्र किया, इसलिए प्रभु का धन्यवाद करें। धन्यवाद हो धन्यवाद हो। हालेलुया हालेलुया। आइए आज के हमें सभा के आशीष के लिए प्रार्थना करें, परमेश्वर की अगुवाई मांगे। आज इस प्रार्थना सभा के शुरू से लेकर अंत तक परमेश्वर की आत्मा हमारे बीच में कार्य करे। आमीन। प्रेज लॉर्ड। हालेलुया हालेलुया। हर एक सेवा में प्रभु का निग्रह ने पाए। स्तुति आराधना में परमेश्वर की आत्मा की अगुवाई के लिए, मध्यस्थ प्रार्थना में प्रभु की आत्मा की अगुवाई के लिए, और वचन के सेवकाई में प्रभु की आत्मा की अगुवाई के लिए हम धन्यवाद करें। धन्यवाद हो धन्यवाद हो धन्यवाद हो। हालेलुया 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 हालेलुया। हमें प्रभु की आत्मा हमारे जीवन में अपना निग्रह डालने के लिए धन्यवाद 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 धन्यवाद। Thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. Hallelujah, hallelujah. प्यारे पिता जीवित अनुग्रहकारी परमेश्वर, हम आपको धन्यवाद देते सुंदर समय के लिए। आज के दिन प्रभु गुरुवार के हालेलुया सायंकाल का समय आपकी उपस्थिति में हे पिता परमेश्वर मध्यस्थ प्रार्थना के लिए हमारे देश के लिए दुआ വചനം ഞെരുക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഞെരുക്കുന്ന അവസ്ഥ വചനത്തിന് കൂടുതൽ വളരാനോ വചനത്തിന് കൂടുതൽ അതിന്റെ പ്രവൃത്തി ചെയ്യാനോ സാധിക്കത്തില്ല. കാരണം അതിനെ ഞെരുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ലോകത്തിന്റെ ചിന്ത എന്ന് നമ്മൾ ചില കാര്യങ്ങളെയൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചായിരിക്കും ചിന്തിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മള് ആധികാരികമായിട്ട് ദൈവവചനത്തിൽ കർത്താവ് പറയുന്ന വാക്കുകളെ ഒന്ന് നന്നായിട്ട് ധ്യാനിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളുടെയും പദങ്ങളുടെയും ആഴം അർത്ഥം എത്ര വലുതാണെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഉപമ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ഉള്ളിലേക്ക് അതിനെ അങ്ങ് ഞെരുക്കിയാൽ, അതിനെ അങ്ങ് കണ്ടാതെ അതിന് ഒരിക്കലും വളരാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ അതിന്റെ ആ വചനത്തിന്റെ ലക്ഷ്യം അതിന്റെ അതൊരിക്കലും ഫലവത്തായിട്ട് എന്തെങ്കിലും മാറത്തില്ല. ഇതാണ് സംഭവിക്കുന്നത് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാല് ദൈവവചനത്തിന് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ പോകും. നമുക്കറിയാം, നമ്മളെല്ലാം മനസ്സിലാക്കുന്ന സത്യമുണ്ട്. വചനം എന്തുകൊണ്ട്? വചനത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവവചനത്തിന് വളരെ ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ രോഗസൗഖ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവേ നിന്റെ വചനം അയച്ചു എന്ത് ചെയ്യണം? സൗഖ്യമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം വചനത്തിന് ശക്തിയുണ്ട്. അത് ഒന്നുകൂടെ നമ്മൾ പറയും, വേഗം ഓടുന്ന വചനം അയച്ചു എന്ന് പറഞ്ഞാൽ പ്രകാശത്തെക്കാട്ടിലും ശബ്ദത്തെക്കാട്ടിലും വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് ദൈവവചനത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, ആ വചനത്തിന് അതിൻ്റെതായ പവർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഞെരുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വചനത്തെ ഞെരുക്കുമ്പോൾ അതിന്റെ ശക്തി അതിനെന്ത് ചെയ്യാൻ കഴിയത്തില്ല, പ്രായോഗികമാക്കാൻ കഴിയാതെ അതിങ്ങനെ ഒതുക്കപ്പെട്ട് ഞെരുക്കപ്പെട്ട് പോകുന്നത് കൊണ്ട് അത് അതിന്റെ ഫലം അല്ലെ അതിന്റെ പ്രവൃത്തി അതിന് ചെയ്യാൻ സാധിക്കാതെ പോകുകയാണ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ലോകപരമായ ലോകത്തിൻ്റെതായ ചിന്തകൾ നമ്മുടെ ചിന്താമണ്ഡലത്തിലും ഹൃദയത്തിലും ഇട്ട് നമ്മൾ താലോലിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചനമാണ് അത് മുഖാന്തരമായിട്ട് പ്രയോജനരഹിതമായിട്ടും പ്രവർത്തനരഹിതമായിട്ടും നമ്മുടെ ഉള്ളിൽ ഭവിക്കുന്നത് എന്നൊരു തിരിച്ചറിവാണ് ഈ പഠനം, ഈ ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്ക് മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണ ചിന്തയ്ക്കകത്ത് നമ്മൾ പഠിച്ചത്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമല്ല, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന ഉപജീവന ചിന്ത, അല്ലെ? അത് ഒരു ഭാഗത്ത് മനുഷ്യ ജീവിതത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ചിന്ത, അതെന്താണ്? ഈ ലോകത്തിന്റെ ചിന്തയാണ്. അതെല്ലാ മനുഷ്യനും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ എല്ലാവരും ചിന്തിച്ചു പോകും.
പക്ഷെ അതും ദോഷമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ നമ്മൾ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ സംഗീത പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് വിശദീകരണമൊന്നും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന ഉപജീവന ചിന്ത ഒരു വശത്ത്, മറുവശത്ത് വല്ലാതെ ഞെരുക്കുന്ന മുള്ളുപോലെയുള്ള ലോകത്തിന്റെ ചിന്ത മറുഭാഗം. ഇതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം ഈ ഹൃദയത്തിനകത്താണ് കിടന്നെത്തിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും മനുഷ്യ ശരീരത്തിന് അവയവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കൊച്ചു പാർട്ടാണ് ഹൃദയം എന്ന് പറയുന്നത്, അല്ലേ? ഒരു നിശ്ചിത ഗ്രാം മാത്രമേ അതിന് തൂക്കുള്ളൂ. പക്ഷെ ഓർക്കണം, ഇത് മുഴുവൻ ഈ കൊച്ചു അവയവത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിനാണെങ്കിലും ആ ഹൃദയമാകുന്ന അവയവത്തിനകത്താണ് എന്ത് ചെയ്യുന്നത്? ക്രിയ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കൊച്ചു ഹൃദയത്തിനകത്ത് വീഴുന്ന മറ്റൊരു ലോകത്തിൻ്റെതായ വചനത്തെ അതില്ലാതാക്കി കളയുവാനായിട്ട് അതിനെ ഞെരുക്കി അതിനെ അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ലോകത്തിന്റെ ചിന്ത ഒരു ഭാഗത്ത്, ഉപജീവന ചിന്ത ഹൃദയത്തിനകത്ത് മറുഭാഗത്ത്, നാളെയെ കുറിച്ചുള്ള ചിന്ത മറുഭാഗത്ത്. എന്തെല്ലാം ചിന്തകളാണ് മനുഷ്യ ജീവിതത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ചിന്തകൾക്കാണ് മനുഷ്യൻ വിധേയപ്പെട്ടുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ലാസറിന്റെ ഭവനത്തിൽ ലാസറിന്റെ ഉയർപ്പിക്കാനായിട്ട് കർത്താവ് കടന്നു വരുമ്പോൾ സഹോദരിമാരോടുള്ള സംഭാഷണത്തില് നമുക്കറിയാമല്ലോ, കർത്താവ് പറയുന്നത്, മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി, അല്ലെ? അങ്ങനെ നമ്മൾ വായിക്കുന്നത്, അല്ലെ? നീ പലതിനെ ചൊല്ലി. ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ല, ഒരുപാട് കാര്യങ്ങളിൽ ആ സഹോദരി എന്താണ്? ചിന്താകുലയാണ്. അതുകൊണ്ട് കർത്താവ് അതിനെ ഒറ്റ വാക്യം പറഞ്ഞു, നീ പലതിനെ ചൊല്ലി എന്ത് ചെയ്യാണ്? വിചാരപ്പെട്ടും മനം കലങ്ങിയും നീ വളരെ ഭാരപ്പെട്ടും ഇരിക്കുന്ന സാഹചര്യമാണ് നിന്റെ അവസ്ഥ. ഇതെല്ലാം സത്യത്തിൽ എന്തിനെയാണ് പ്രതിസന്ധിയായിട്ട് വരുന്നത് എന്നാണ് കർത്താവ് ഈ ഉപമയ്ക്കകത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ഇതെല്ലാം ദൈവവചനത്തിന്റെ പ്രവൃത്തിക്കാണ്, അല്ലെ അതിന്റെ ഫലം ഉളവാക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രതികൂലമായിട്ട് തീരുന്നത് മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 തീമോഥെയോസ് ലേഖനം വായിക്കേണ്ട ഞാൻ പറയാം, നമുക്കതെല്ലാം അറിയാം, നോട്ട് ചെയ്തോളൂ. 2 തീമോഥെയോസ് 4:10 നമ്മൾ വായിക്കുമ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടുപോയ ദേമാസിനെ കുറിച്ച് പൗലോസ് പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഈ ലോക ചിന്ത വളരെയധികം കടന്നുകൂടിയിട്ടാണ് ശുശ്രൂഷ പോലും വേണ്ടെന്ന് വെച്ച് താൻ എന്ത് ചെയ്യുന്നു? പൗലോസിനെ ഉപേക്ഷിച്ചെന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ വായിക്കും. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവള് വിട്ടുപോകുന്നതിനെ എന്ത് ചെയ്യുന്നു? ചിന്തിച്ച് തിരിഞ്ഞു നോക്കുകയാണ്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ആജ്ഞയാണ് ദൈവം കൊടുത്തത്. പക്ഷേ അവൾ ഇത്രയും നാള് ജീവിച്ച, അവൾ അവിടെ സമ്പാദിച്ച, അവിടെ ദീർഘകാലത്തെ ജീവിതത്തിന്റെ കഠിനാധ്വാനം കൊണ്ടത് ചിലപ്പം അവിടെ ഉളവാക്കിയ എല്ലാ അടിസ്ഥാന ജീവിത സുഖ സൗകര്യങ്ങളെയും ബന്ധങ്ങളെയും ചാർച്ചക്കാരെയും അയൽക്കാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആ ഒന്നും എടുക്കാതെ ഇട്ടിരിക്കുന്ന, നമ്മുടെ ഭാഷയെ പറയാം, ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടുകൂടെ ഒരു അത്രയും നാള് ജീവിച്ച് ദേശം വിട്ടു പോകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്കൊന്നും അതിന് സാധ്യമല്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു? അവൾ വിട്ടേച്ചു പോകുന്ന അതിനെ ഓർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും തിരിഞ്ഞു നോക്കി. നമുക്കറിയാം, ഇന്നും അത് ഉപ്പതൂണായിട്ട് അവിടെ നിൽക്കുന്നതായിട്ടുമായി. പൗലോസ് എബ്രായരോട് പറയുന്നില്ലേ, അവർ വിട്ടുപോയതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാൻ എന്തുണ്ടായിരുന്നു? ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല? വിട്ടുപോകുന്നതിനെ ചിന്തിച്ചില്ല, വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അവര് വിട്ടതിനെ ഉപേക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുൻപോട്ട് പ്രയാണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലർക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിച്ചത്. പക്ഷെ പലരും വിട്ടതിനെയും വിട്ടുപോകുന്നതിനെയും ഒക്കെ വീണ്ടും അവരുടെ ഹൃദയത്തിൽ ചിന്തയ്ക്ക് ആധാരമാക്കി മാറ്റിയപ്പോൾ പലർക്കും അത് പരാജയത്തിനും ഏതുമായിട്ട് മാറി ചരിത്രം വേദപുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കും. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ എന്തു തിന്നും, എന്തുടുക്കും, എവിടെ പാർക്കും എന്നൊക്കെയുള്ള വിചാരങ്ങൾ മനുഷ്യനെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ വളരെയധികം അലട്ടിയിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പം ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. അവിടെ ഞാൻ 1-2 കാര്യങ്ങള് പോയിന്റ് ആയിട്ട് മാത്രം പറയാം. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നാം വിചാരപ്പെടരുതെന്ന കർത്താവ് പറയുന്നല്ലേ, ഉപജീവന ചിന്തകളാലും നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയുന്നത്. അപ്പൊ വിചാരപ്പെടരുത് അല്ലെങ്കിൽ വിചാരപ്പെടാതിരിക്കേണ്ടത്
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ചില ഉത്തരങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. അത് ഞാൻ കമ്പിവാചകം പോലെ പറയാം. നാം വിചാരപ്പെടാതിരിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം ഞാൻ കമ്പിവാചകം പോലെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, ആ 6-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവിടെ കർത്താവ് പറയുന്നത് ജീവൻ ഭക്ഷണത്തെക്കാൾ വലുതാകുന്നു. മനുഷ്യന്റെ ജീവനാണ് പ്രാധാന്യത, ഭക്ഷണത്തിനല്ല. അതുകൊണ്ട് എന്ത് കഴിക്കുമെന്നതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. 2, 25-ാമത്തെ വാക്യം തന്നെ ശരീരം വസ്ത്രത്തെക്കാൾ വലിയതാകുന്നു. അപ്പൊ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചല്ല വിചാരപ്പെടേണ്ടത്, മറിച്ച് എന്തിനെ കുറിച്ച് വിചാരപ്പെടണം? നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് വിചാരപ്പെടണം. ആ ശരീരം എങ്ങനെ സൂക്ഷിക്കാം, ആ ശരീരം എങ്ങനെ നിലനിർത്താം, ആ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ആ ശരീരത്തെ മറയ്ക്കാനുള്ള വസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്താകുലരാകരുത് എന്ന് കർത്താവ് പറയും. അപ്പം വസ്ത്രത്തിനല്ല പ്രാധാന്യത, ശരീരത്തിനാണ് എന്ത് പ്രാധാന്യത എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. 3-ാമത്തെ കാര്യം 25-ാമത്തെ വാക്യം തന്നെ വായിക്കുമ്പോൾ വസ്തുക്കളെക്കാട്ടും വലിയവനാണ് അല്ലെങ്കിൽ വിലയുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയും. ചിന്തിക്കും, വസ്തുവകകളെക്കാളും പ്രാധാന്യത അല്ലെങ്കിൽ വലിയവൻ ആരാണ്? മനുഷ്യനാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മിലെ മനുഷ്യത്വത്തിനല്ല വില, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കാണ് വില. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ആഹാരത്തിനാണ് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത്. ആ മനുഷ്യ ശരീരത്തിൽ മറയ്ക്കുന്ന വസ്ത്രത്തിനാണ് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ മനുഷ്യനെന്നുള്ള മനുഷ്യത്വത്തിന് പലപ്പോഴും നമ്മൾ വില കൽപ്പിക്കാറില്ല. നമുക്കറിയാമല്ലോ, ഈ വിലയേറിയ വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് മനുഷ്യത്വരഹിതമായിട്ട് മനുഷ്യൻ പെരുമാറുന്നില്ലേ, അല്ലെ? വില കൂടിയ വസ്ത്രം ധരിച്ചിട്ട് മനുഷ്യത്വപരം ഒരു മനുഷ്യത്വം കാണിക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു, മറ്റുള്ളവരോട് പെരുമാറുന്നു. അപ്പൊ നമുക്ക് മൂല്യം എന്താണ്? മനുഷ്യത്വത്തിനല്ല, മറിച്ച് ആ മനുഷ്യത്വത്തിനല്ല, ആ ശരീരത്തെ മറയ്ക്കാനുള്ള വസ്ത്രത്തിനാണ് നമുക്ക് പ്രാധാന്യം. ഇതൊക്കെ കർത്താവ് അവിടെ നമ്മെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയും. ഇത് 4, 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തങ്ങളുടെ അധ്വാനം കൂടാതെ ദൈവത്താൽ പുലർത്തപ്പെടുന്ന പക്ഷികളെക്കാൾ വിശേഷതയുള്ളവരാകുന്നു മനുഷ്യൻ എന്നുള്ള കാര്യം. തങ്ങളുടെ ഒരു അധ്വാനവും ഒരു പരിശ്രമവും കൂടാതെ തന്നെ ദൈവത്താല് പരിപാലിക്കപ്പെടുന്ന പക്ഷി മൃഗാദികളെക്കാട്ടിലും മനുഷ്യരാരാണ്? വലിയവനാണ് അല്ലെങ്കിൽ വിശേഷതയുള്ളവനാണെന്ന് കർത്താവ് അവിടെ നമ്മെ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ ഈ പക്ഷി മൃഗാദികളെക്കാട്ടിലും വിലയേറിയവനാകയാ എന്താ? നമുക്ക് അതിന്റെ വിലയെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനം പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അല്ലെ? തേജസ്സും ബഹുമാനവും അണിയിച്ചുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ഒരു പക്ഷി മൃഗാദികളെയും ദൈവം അങ്ങനെ സൃഷ്ടിച്ചു ഇല്ല. അപ്പൊ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിട്ട് തേജസ്സും ബഹുമാനവും ഉള്ളവനായിട്ട് അണിയിച്ച മനുഷ്യൻ എത്ര വിശേഷതയുള്ളവനാണ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു വിശേഷതയില്ലാത്ത പക്ഷി മൃഗാദികളെ ദൈവം പുലർത്തുമെങ്കിൽ, സംരക്ഷിക്കുമെങ്കിൽ നിങ്ങളെ പുലർത്താതിരിക്കുമോ എന്ന കർത്താവ് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് വെറുതെയാണ് വിചാരപ്പെടുന്നതും വ്യാകുലപ്പെടുന്നതും ഉത്കണ്ഠപ്പെടുന്നതും. കാരണം നിങ്ങൾ ആരാണ്? ദൈവത്തിന് മുൻപിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശേഷത ഏറിയവരാകിയാൽ നിങ്ങൾക്ക് അല്പം പോലും ആഹാരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഉപജീവന മാർഗത്തെക്കുറിച്ചോ വിചാരപ്പെടേണ്ടതായ ഒരു ആവശ്യകതയും ഇല്ല എന്നാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, അത് മനസ്സിലായെന്ന് കരുതുന്നു. 5, വിചാരപ്പെടുന്നതിനാൽ ശരീരത്തിന് മാറ്റം വരുത്തുവാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. 27-ാമത്തെ വാക്യം, വിചാരപ്പെടുന്നതിനാല് ശരീരത്തിന് ഒരു മാറ്റവും വരുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാല് അവിടെ കർത്താവ് പറയുന്ന ഉദാഹരണമല്ലേ, നിങ്ങളുടെ തലയിലെ ഒരു തലമുടിയെ നിങ്ങൾക്ക് നരപ്പിക്കാൻ പറ്റുക. നമുക്ക് നരപ്പിക്കാം, ബോധറേജോ VIP ഒക്കെ മേടിച്ചാല് പിന്നെ അത്യാവശ്യം ഒരാഴ്ചത്തേനോ 10 ദിവസത്തേനൊക്കെ നമുക്ക് കറപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഏറ്റവും അടിഭാഗം എങ്ങനെ വെളുത്ത് വരും. അപ്പൊ കർത്താവ് പറയാണ്, വിചാരപ്പെടുന്ന ശരീരത്തിന് മാറ്റം, നിങ്ങളുടെ കൊച്ചു തലമുടിക്ക് പോലും ഒരു മാറ്റം നിങ്ങളുടെ വിചാരപ്പെടൽ കൊണ്ട് മാറ്റം വരുത്താൻ പറ്റുകയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യണം? വിചാരപ്പെടണമെന്നാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ടാണ് വിചാരപ്പെടാതിരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അടുത്ത 6-ാമത്തെ കാര്യം
വായിക്കുമ്പോൾ വിചാരപ്പെടുന്നതിനാൽ അത് ഞാൻ പറഞ്ഞു, വിചാരപ്പെടുന്നതിനാൽ ശരീരത്തിന് മാറ്റം വരുത്താൻ കഴിയുകയില്ല. 27-ാമത്തെ വാക്യം. അടുത്തത് 30 വാക്യം വായിക്കുമ്പോൾ വസ്ത്രത്തെ കുറിച്ച് വിചാരപ്പെടാത്ത സസ്യാദികളേക്കാൾ വലിയവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. താമരയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം താമര അത് വളരെ പ്രതികൂല സാഹചര്യത്തിലോ വളരെ ലോലമായ സാഹചര്യത്തിലോ വളരുന്നതാണെങ്കിലും അതിന്റെ മനോഹാരിത വളരെ ഭയങ്കരമാണ്. ഒരു ആർട്ടിഫിഷ്യലായിട്ടുമല്ല അതിന്റെ മനോഹാരിത അത് വർദ്ധിപ്പിക്കുന്നത്. അത് ഒരു ചെളിയുടെ അല്ലെ, നമുക്കറിയാം താമര വളരുന്നത് എവിടെ? ചെളിക്കകത്തല്ല, ചേറ്റ് കുളത്തിനകത്തല്ലേ വളരുന്നത്. അത് താഴോട്ട് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ ദുർഗന്ധമുള്ള ഭാഗമാണ്. വെള്ളത്തിനടി ചെളിക്കകത്താണ് അത് വളരുന്നത്. പക്ഷേ അത് നിൽക്കുന്ന പ്രതലം വളരെ മോശമാണെങ്കിലും അതിന്റെ മനോഹാരിത എന്താണ്? വളരെ വലുത്. ഇതെന്താ കർത്താവ് പറയുന്നത്? ഞാനും നിങ്ങളും പല കാര്യങ്ങളെ കുറിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നമുക്ക് എതിരാണ്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. താമര ഇത്ര മനോഹാരിതയാണെങ്കിൽ ദൈവത്തിന്റെ കരവിരുതിനാൽ ദൈവ സൃഷ്ടിച്ച ഞാനും നിങ്ങളും എത്ര ശ്രേഷ്ഠതയുള്ളവരാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വിചാരപ്പെടാനായിട്ട് എന്തില്ല, ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള സത്യം കർത്താവ് ആ ഉദാഹരണത്തിലൂടെയും സമർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഒരിക്കലും വാങ്ങുകയോ വിൽക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ അധ്വാനിക്കുകയോ ചെയ്യാത്ത പക്ഷി മൃഗാദികളെ, സസ്യങ്ങളിലോ മാത്രമല്ല ദൈവത്തിന്റെ കരുതൽ എല്ലാ സൃഷ്ടിക്കുമുള്ളതാണെന്ന് കർത്താവ് പറയുന്നു. കാരണം അവിടെ കർത്താവ് പറയുന്നത് എന്താണ്? പക്ഷികളെ കുറിച്ച് പറയുന്നല്ലേ. അവ എന്ത് ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല, കളപ്പുരയിൽ കുത്തിവെക്കുന്നില്ല, അവയ്ക്ക് വേണ്ടതൊക്കെ അതാത് സമയങ്ങളിൽ ദൈവം എന്ത് ചെയ്യുന്നു, അവയെ സൃഷ്ടിച്ച കർത്താവ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെക്കാട്ടിലും വിശിഷ്ടരായ ശ്രേഷ്ഠരായ നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തെ കുറിച്ചോ വസ്ത്രത്തെ കുറിച്ചോ നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് കണ്ട് നിങ്ങൾക്ക് അതാത് സമയത്ത് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക്, ദൈവം നിങ്ങൾക്ക് നൽകി തരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും വിചാരപ്പെടാതിരിക്കാനായിട്ട് കർത്താവ് എന്ത് ചെയ്യാൻ അവിടെ പ്രസ്താവിക്കുക. ഇനി 8-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 33 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിചാരപ്പെടുന്നത് കൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല, അത് പ്രയോജനരഹിതമാണ്. അടുത്തത് അത് പാപപങ്കിലവുമാണെന്ന് പറയും. വിചാരപ്പെടൽ പ്രയോജനരഹിതവും അത് പാപപങ്കിലവുമാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് വെറുതെ ഇങ്ങനെ വിചാരപ്പെടുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാം? പാപം ചെയ്യുന്നതേ ഉള്ളൂ. തെറ്റ് ചെയ്യാറ്, പാപം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു ഗുണവും ഇല്ല, ദോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് കർത്താവ്. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മള് ഇവിടെ പോയിന്റ് പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ ചിന്തകളെല്ലാം എന്തിനെയും ഞെരുക്കുന്നതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്താണ്? വചനത്തെയാണ് ഞെരുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ അകത്ത് വരുന്ന വചനത്തെ നിഷ്ഫലമാക്കി കളയും. നമ്മളെ പലപ്പോഴും പറയുന്നില്ലേ, നമ്മൾ തുറന്നതിനെ ചിന്തിച്ച നിങ്ങളിത് ചോദിക്കേ, നമ്മളെപ്പോഴും പറയും ആളുകളൊക്കെ ദൈവവചനം കേൾക്കുന്നുണ്ട്, കേൾക്കാഞ്ഞിട്ടൊന്നുമില്ല. ആളുകൾ ദൈവവചനം വായിക്കുന്നുണ്ട്, വായിക്കാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ വായിക്കുന്നതും കേൾക്കുന്നതുമായ ശ്രവിക്കുന്നതുമായ വചനങ്ങൾ വ്യക്തിജീവിതങ്ങളെ എന്ത് വരുന്നത്, രൂപാന്തരപ്പെടുന്നത്. എന്താ അടിസ്ഥാന കാരണം? കേൾക്കുന്നുണ്ട്, വചനമുണ്ട്, അതൊക്കെ ഹൃദയത്തിനകത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് അറിയാമോ? ഈ വിധ ഏർപ്പാടുകൾ ഹൃദയത്തിനകത്ത് വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യാ, കേൾക്കുന്ന വചനത്തെ, ശ്രവിക്കുന്ന വചനത്തെ എന്ത് ചെയ്യാ, ഇല്ലാതാക്കി കളയാ. അതൊരിക്കലും എന്തായി മാറുന്നില്ല, അതിന്റെ പ്രവൃത്തി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാത്തത്. ദൈവദാസന്മാർക്കാണെങ്കിലും മാറ്റം സംഭവിക്കാത്തതിന്റെ കാരണം അതാണ്. വിശ്വാസികൾക്കാണെങ്കിലും മാറ്റം സംഭവിക്കാത്തതിന്റെ കാരണം അതാണ്. ഈ ലോകത്തിന്റെ ചിന്ത അതിനെ എന്ത് ചെയ്യാണ്, വചനത്തെ നിഷ്ഫലമാക്കി കളയുക. ഇതൊരു വലിയ അടിസ്ഥാനപരമായ ഒരു വലിയ പ്രധാന കാരണമാണ്. നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോട് തന്നെ കാണേണ്ടിയിരിക്കും. വചനം വായിക്കാഞ്ഞിട്ടോ വചനം കേൾക്കാഞ്ഞിട്ടോ വചനം അറിയാഞ്ഞിട്ടോ അല്ല. ബുദ്ധിക്കകത്ത് വചനമുണ്ട്, പക്ഷെ ഹൃദയത്തിനകത്തൊന്നില്ല. വചനം വരും, പക്ഷെ അത് ഇങ്ങനെ മുന്നോട്ട് അതിന് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് അനുവദിക്കത്തില്ല ലോകത്തിന്റെ ചിന്തകൾ. അത് ഉണ്ണുന്ന വിഷയമാണെങ്കിലും ഉടുക്കുന്ന വിഷയമാണെങ്കിലും കുഞ്ഞുങ്ങളെ കുറിച്ചാണെങ്കിലും ഭവനത്തെ കുറിച്ചാണെങ്കിലും വാഹനത്തെ കുറിച്ചാണെങ്കിലും നാളെയെ കുറിച്ചാണെങ്കിലും രോഗത്തെ കുറിച്ചാണെങ്കിലും നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചാണെങ്കിലും ഒക്കെയുള്ള നമ്മുടെ ചിന്തകൾ അത് നമ്മെ അങ്ങന്ത് ചെയ്യാന്നറിയാമോ? ഹൃദയത്തിനകത്ത് നമ്മളൊക്കെ പറയത്തില്ലേ, അങ്ങ് ഹൃദയത്തിലങ്ങ് തിങ്ങലാണ്, ഞെരുങ്ങിയിരിക്കുകയാണ്. ആരോടെങ്കിലും ഒന്ന് എന്റെ വേദന ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താ? അപ്പൊ ഈ ഹൃദയത്തിനകത്ത് ഇതെല്ലാം ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ ഓർക്കുക, ഇതെല്ലാം നിഷ്ഫലമാക്കുന്ന ഒന്നിനെയാണെന്ത്?
വചനത്തെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വചനം പ്രാക്ടിക്കൽ ജീവിതത്തിൽ വരുത്താൻ പറ്റാതെ പോകുക. അത് വിശ്വാസികളിലാണെങ്കിലും നമ്മൾ പലരും പരാതി പറയാറില്ലേ, അദ്ദേഹത്തിന് നല്ല പ്രസംഗമുണ്ട് പക്ഷെ ജീവിതമില്ല. എന്താ കാരണം? പ്രസംഗിക്കുന്നത് അറിവുകളുണ്ട്, ആ വചനത്തെ കുറിച്ച് നല്ല ആഴമായ ഗ്രാഹ്യമുണ്ട്, ബുദ്ധിപരമായിട്ട് ആ വചനത്തെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആഴം അറിയാം. പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിൽ എന്ത് ചെയ്തിട്ട് വരത്തില്ല. കാരണം അകത്ത് ഇല്ല വചനം. അത് അഥവാ അകത്ത് വന്നാൽ തന്നെ എന്താണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനെ എന്ത് ചെയ്യും, ഞെരുക്കി മുറുക്കി വെച്ചെന്ത് ചെയ്യും, ഇല്ലാതാക്കി. ആ വചനം പ്രസംഗിച്ച പോലെ ജീവിക്കാൻ പറ്റുകയില്ല. ഇതാണ് ഇന്നത്തെ കർത്തദാസന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഒരുപാട് ചിന്തകൾ എന്താണ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് സ്ഥാനം പിടിച്ചിട്ട്, അത് ലോകത്തിന്റെ ചിന്തയാണെങ്കിലും മറ്റ് ഇതര ഏത് ചിന്ത ഇതാണെങ്കിലും ഈ ചിന്തകളെല്ലാം കൂടെ എന്ത് ചെയ്യാണ്, ഒരു മുള്ളുപോലെ ഇതിനെ വചനത്തെ എന്ത് ചെയ്യാണ്, വലിഞ്ഞു കൂർക്കി ഞെരുക്കി കളയും. അത് ഫലപ്രാപ്തിയിലേക്ക് വചനത്തെ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധ്യമാണ്. ഓക്കെ, ഞാൻ വേഗത്തിൽ കൊണ്ടുപോകാം. ഇനി വിചാരപ്പെടൽ ഉപേക്ഷിക്കുക, അതാണ് പ്രസാദ് പറഞ്ഞു വരുന്നതിന് കാരണം. ഇരുട്ടിനെ ഭയപ്പെടുന്നതിനേക്കാട്ടിലും മനുഷ്യൻ ഭയപ്പെടുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെയാണ്. അല്ലെ, ചിലർ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളെയും ഭയപ്പെടുന്നു. തലമുറകൾ വളർന്നു വരുമ്പോൾ പലരും ഭയത്തോടാണ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ പലപ്പോഴും കാണുന്നത്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഈ ലോകപരമായ ചിന്തകൾക്കകത്തോട് ഉരുത്തിരിയുന്ന ഭയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വിചാരപ്പെടൽ ഉപേക്ഷിക്കണം. അതിന്റെ കാരണം ഒന്ന്, പാപവും ഭയവും എന്ത് ചെയ്യും, മനുഷ്യ ജീവിതത്തിന്റെ അകത്ത് ജനിപ്പിക്കുന്നുണ്ടാണ്. രണ്ട്, അനവധി രോഗങ്ങൾക്ക് അതൊരു കാരണമാണ്. അനവധി ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഡയബറ്റിക് ഉണ്ട്, ഒരു 10-16 വർഷമായി. ഞാനൊരു ഡോക്ടറെ കാണാനായിട്ട് പെരുന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡയബറ്റിക്കിന്റെ ഒരു ഹോസ്പിറ്റൽ, അത് മാത്രമുള്ള ഒരു വലിയ ആശുപത്രി. അവിടെ ചെന്ന് ഞാൻ 3 ഡോക്ടർമാരെ കണ്ടു ആ ഒരു സബ്ജക്റ്റിനോടുള്ള ബന്ധത്തിൽ. ഒന്ന് ഒരു ഡയറ്റീഷ്യൻ, രണ്ടതിലെ പ്രധാന മെഡിസിൻസ് ഒക്കെ നമ്മെ പരിശോധിച്ച് റിസൾട്ടുകളെല്ലാം കണ്ടിട്ട് പിന്നെ നമുക്ക് മരുന്ന് എഴുതുന്ന ഒരു പ്രധാന ഡോക്ടർ, അതിനു മുമ്പ് നമ്മളുമായിട്ട് വളരെ കൗൺസിലിംഗ് പോലെ സംസാരിക്കുന്ന മറ്റൊരു ഡോക്ടർ. ഈ 3 ഡോക്ടേഴ്സും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജീവിതത്തിൽ ലൈഫിൽ എന്തെങ്കിലും മാനസിക പിരിമുറുക്കം, ടെൻഷൻ കണ്ടമാനം ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? കാരണം എന്തറിയാമോ, ഒരുപാട് രോഗങ്ങളുമായിട്ട് ഇത് വളരെ റിലേറ്റഡ് ആണ്, ഇത് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് BP, ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങളുമായിട്ട് മാനസികമായ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ വളരെയധികം റിലേറ്റഡ് ആണ്. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് ടെൻഷൻ കയറിയാൽ നമ്മുടെ BP എന്താകും, ഹൈ ആവുകയാണ്. BP ഉള്ളവർക്ക് BP വർദ്ധിക്കും. നമ്മൾ മാനസികമായിട്ട് അല്പം ടെൻഷൻ അനുഭവിക്കുമ്പോൾ ഷുഗർ കൂട്ടപ്പോ അത് ക്രമാതീതമായിട്ട് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കുറഞ്ഞ് ഷുഗറിന്റെ അളവ് എന്തെങ്കിലും വർദ്ധിക്കും. ഇതൊരു ശാസ്ത്രീയ തത്വമാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ചിന്തിച്ചു. കർത്താവ് പറയുന്നു, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുമെന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രധാന കാരണം ഇതാണ്, പല രോഗങ്ങൾക്കും നമ്മൾ ആരായി മാറും, അവകാശികളായിട്ട്, അധീനരായിട്ട് മാറും. നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കണമെന്ന് നമ്മുടെ ദൈവവും നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ, യോഹന്നാൻ 1-ാം ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമില്ലേ, പ്രിയരെ നിങ്ങൾ ശുഭമായും സുഖമായും എന്നല്ല വായിക്കുന്നത്, ഇംഗ്ലീഷിൽ ഹെൽത്തി എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് സ്ഥാനം പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കേണ്ട വചനത്തെ അതെന്ത് ചെയ്യും, ഞെരുക്കും. നമുക്ക് ധൈര്യം തരുന്ന വചനത്തെ അതങ്ങ് ഇല്ലാതാക്കും. നമുക്ക് പ്രത്യാശ തരേണ്ട വചനത്തെ, അല്ലെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ ശക്തി പകരുന്ന, എനർജി പകരുന്ന വചനത്തെ അതങ്ങ് ഇല്ലാതാക്കിയിട്ട് നമ്മളെ അതെന്താക്കി മാറ്റുന്നറിയാമോ? പാപം ചെയ്യുന്നവരായും, നമുക്ക് ഭയം ഉളവാക്കപ്പെടുന്നവരായും, രോഗത്തിന്റെ അനുഭവത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരായും മാറ്റുകയാണ് എന്ത്, ഈ ചിന്തകളെന്നും. അപ്പൊ നമുക്ക് ഇതിന്റെ ആരും നമ്മളൊന്ന് ചിന്തിച്ചു പോയി. കർത്താവ് പറയുന്നതിന്റെ ഉള്ളിനടിയിൽ വീണതോ എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്ന ആ വാക്കുകളുടെ ഗൗരവം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എത്ര ആഴമായ കാര്യം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ എത്ര തലമുറകളായിട്ട് അതേപോലെ സംഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ഇതിന്റെ അലയടികളില്ലേ?
നമ്മളും കർത്തൃവേലക്കാരാണെന്ന് പറഞ്ഞാലും ശുശ്രൂഷയിലാണെന്ന് പറഞ്ഞാലും പ്രസംഗിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മളും എന്തെല്ലാം ഉത്കണ്ഠകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പൊ കർത്താവ് വിചാരപ്പെടരുത്, ഉത്കണ്ഠാകുലരാകരുത് എന്ന് പറയുമ്പോൾ അതിന് കാരണം ഇതാണ്. രണ്ടാമത്തത്, മറ്റ് പല രോഗങ്ങൾക്കും പല വ്യാധികൾക്കും അത് മുഖാന്തരം നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, വിധേയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, എനിക്കൊന്ന് അവസാനിപ്പിക്കാനല്ല, 57 ഓക്കെ സമയത്ത് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തിരികെ കൊടുക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് നമ്മൾ ആരാകും, കടക്കാരാകും. തിരികെ കൊടുക്കാൻ കഴിയാത്ത അനവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ കാരണക്കാരാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ അടിമകളായി പോകും. കൂടുതൽ ടെൻഷൻ നമ്മൾ വഹിച്ചോണ്ട് പോയാൽ ഡിപ്രഷൻ, മാനസിക വൈകല്യം ഉണ്ടാകും, മാനസിക രോഗത്തിനടിമയായി മാറും. പിന്നെ ഒരായുസ് മുഴുവൻ അതിന്റെ ചികിത്സയൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. നമുക്ക് ഒരിക്കലും പിന്നെ പഴയ ജീവിതത്തിലേക്ക് എന്ത് വരാൻ പറ്റത്തില്ല, മടങ്ങി വരാൻ സാധിക്കാതെ പോകും. ഇതെല്ലാം എന്താണ്, ഈ ലോക ചിന്തകൾക്കകത്ത് വിചാരപ്പെടലിനകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതൊന്നും പാടില്ല. വചനത്തെ ഞെരിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ചിന്ത കൊണ്ടും അകത്തു വരുന്ന വചനത്തെ ഞെരിക്കാൻ ആരും അനുവദിക്കരുത് എന്ന് കർത്താവ് പറയുന്നതിന്റെ സാരാംശമായോ അതാണ്. 4, സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത പലതിന്റെ മേലും നമ്മൾ എന്ത് ചെയ്യുന്നു, അടിമയായി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും. ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാമോ, ഇയ്യോബ. ഏറ്റവും വലിയ ഉദാഹരണം ഇയ്യോബ. ഇയ്യോബ് പറയുന്നില്ലേ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു, അല്ലെ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? തന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്റെ മക്കൾ, തന്റെ വസ്തുവകൾ, ആടുമാടുകൾ ഇതെല്ലാം ഇല്ലാതാകുന്നതിന് മുമ്പ് ഇയ്യോബിനൊരു ഭയം ഇയ്യോബിനെ ഭരിച്ചിരുന്നു. ഇതെല്ലാം ഒരു നാൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ, ഇയ്യോബിന്റെ യൗവനത്തിൽ ഇയ്യോബ് പ്രവർത്തിച്ച പാപത്തെ ഓർത്തുള്ള ഭയമായിരുന്നു. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യോബിന്റെ പുസ്തകം, എനിക്കൊന്ന് 14-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അതിൽ അദ്ദേഹം പറയുന്നതാണ്, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ യഹോവ എന്നെ അനുഭവിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു പറയാണ്. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് എന്ത് ചെയ്തു, ഭവിച്ചു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് എന്ത് ചെയ്തു, സംഭവിച്ചു. അപ്പൊ എന്താ, താൻ ഒരിക്കൽ ഭയം, വളരെയധികം തന്റെ അകത്ത് ഭയം കയറിയിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. ആ ഭയത്തെയാണ് ആര് മുതലെടുത്തത്? പിശാച് നന്നായി മുതലെടുത്ത് ഇയ്യോബിനെ പരീക്ഷിക്കാനായിട്ടുള്ള അവകാശം ദൈവത്തോട് ചോദിച്ചതിന്റെ കാരണം എന്താണ്? ആ ഭയമാണ്. को हमारे देश के जवान बच्चे सामना करते हैं और अपने में अगुवाई സെമിത്തേരിയിൽ വെച്ച് ഭയപ്പെട്ടു അവരൊക്കെ മാനസിക രോഗികളായിട്ടാണ് മാറിയിട്ടുണ്ട്. കാരണം ആ ഭയം എന്താണ്, മനോനിലയെ എന്ത് ചെയ്യുന്നില്ല, നോർമൽ അവസ്ഥയിൽ അബ്നോർമൽ അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കാൻ ഇടയില്ലാത്ത പല അനുഭവങ്ങൾക്കും അടിമയായി മാറും. എന്തുകൊണ്ട്? ഈ ഉത്കണ്ഠകൾ, ആശങ്കകൾ, ഈ ലോക ചിന്തകൾ എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5-ാമത്തെ കാര്യം പറഞ്ഞാൽ നിർത്താം, ബാക്കി അടുത്ത ക്ലാസ് ദൈവം. 5-ാമത്തെ കാര്യം, പ്രശ്നങ്ങളും സങ്കടങ്ങളും മരണങ്ങളും ഉളവാക്കുന്നു നമ്മെ. ഞാനിത് പറയാനുള്ള കാരണം, ഈ പോയിന്റ്സ് ഒന്നും ഞാൻ ഗിരിപ്രഭാഷണം പറഞ്ഞില്ലായിരുന്നുള്ളൂ. അതിനുശേഷമുള്ള എന്റെ പഠനത്തിൽ കിട്ടിയ ചില പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർത്തത് കേട്ടോ. ഗിരിപ്രഭാഷണത്തിനകത്ത് ഈ ഭാഗം ഒന്നും ഞാൻ പറഞ്ഞില്ല. അന്ന് ഈ ഭാഗം എനിക്ക് ധ്യാനിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എന്റെ പഠനത്തിൽ ചിന്തയിൽ വായനയിലൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഓർപ്പിക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, മരണം എന്നിവ ഉളവാക്കുമെന്ന് ഈ ലോക ചിന്തകളും ഉപജീവന ചിന്തകളും ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ പറയുന്നത് ജീവിത പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കും, സങ്കടങ്ങൾ വർദ്ധിക്കും, മരണത്തിലേക്ക് പോലും അതെന്ത് ചെയ്യും, മനുഷ്യനെ കൊണ്ടുപോകാൻ സാഹചര്യങ്ങളൊരുക്കും. അപ്പൊ മാനുഷിക ഭയം ഒരു കെണിയാണെന്ന് പറയുന്നത് വളരെ അർത്ഥവത്തല്ലേ? യോബിന്റെ ജീവിതത്തിൽ മരണത്തിന്റെ വക്കോളം യോബ് എത്തിയില്ലേ? അതൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് യോബ് ജീവൻ നിലനിർത്തിയതും സൗഖ്യം പ്രാപിച്ചതും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരികയൊക്കെ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ യോബിനെ കിട്ടിയതുപോലെ കിട്ടാമെന്നൊന്നും നമുക്ക് അവകാശപ്പെടാനും ധരിക്കാനൊന്നും സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് വളരെ ആഴമായിട്ട്
പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഉള്ളിനടിയിൽ വചനം വീണ വചനം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ വചനത്തിന് അതിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധ്യം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇന്നത്തെ ചിന്ത ഒറ്റ കാര്യമേ ഉള്ളൂ. വചനത്തെ ഞെരുക്കുന്ന ഒന്നാമത്തെ ഘടകം എന്താണ്? ഈ ലോകത്തിന്റെ ചിന്തകളാണ്. പല കാര്യങ്ങൾ ഓർപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് കഴിക്കേണ്ട ദൈവം അനുവദിച്ചാൽ ഒരു പക്ഷെങ്കിൽ അടുത്ത ആഴ്ചത്തെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പോകേണ്ട ആ ആഴ്ചയാണ്. കാരണം എനിക്ക് ബുധനാഴ്ചത്തെ ഡേറ്റ് എന്താണെന്ന് അറിയില്ല. കാരണം 1-2 ഇടങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അവിടെ ഞാൻ പോകുന്നതിന് ഡോക്ടേഴ്സിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ ആ ദിവസം എന്നാണെന്നുള്ളത്. അടുത്ത വ്യാഴം എന്ന് പറയുന്നത് 4-ാം തീയതിയാണ് അല്ലേ? സോറി, അല്ല, 3-ാം തീയതിയാണ് അല്ലെ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ബുധനാഴ്ച പറ്റുകയില്ല. വ്യാഴാഴ്ച 3 എനിക്ക് അന്ന് ഈ സമയത്ത് മടങ്ങി വരാൻ ഒത്താൽ തീർച്ചയായിട്ടും ഞാൻ ലഭിക്കുവാറുണ്ട്. ഒരു ക്ലാസ് നമുക്ക് ലഭിച്ചു. നാം സാധാരണ രീതിയിലൊക്കെ സില്ലിയായിട്ട് വായിച്ചു വിടുന്ന വചനങ്ങളാണ്. അതിനകത്തൊക്കെ വചനത്തിനകത്ത് ഇത്ര ആഴമേറിയ കാര്യങ്ങളുണ്ട് എന്ന് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കേൾക്കുന്ന വചനത്തെ ഞെരുക്കിക്കളയുന്ന ഈ ലോകത്തിന്റെ ചിന്തകൾ, ആമേൻ, സ്തോത്രം. അത് പല ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ സ്നേഹങ്ങൾ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മുടെ സഭകളിലൊക്കെ എടുത്തു പിടിച്ചാൽ പലരും ഇങ്ങനെ തിറങ്ങിയാണ് സഭയ്ക്കകത്തേക്ക് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. കാരണം പലരും പലവിധമാകുന്ന ചിന്തകൾ, ടെൻഷനുകൾ, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാരങ്ങൾ. ഇനി ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. പല ആരാധന യോഗങ്ങൾ പോലും നമുക്ക് സന്തോഷത്തോടെ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലവിധമാകുന്ന ചിന്തകളാണ്, ഭാരങ്ങളാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മൾ കേൾക്കുന്ന ആ വചനത്തിൽ ഞെരുക്കിക്കളയുന്ന ഈ ലോകത്തിന്റെ അന്ധകാരത്തെ എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ആമേൻ, സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ക്ലാസ്സുകളാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകി തന്നത്. ഈ ലോകത്തിന്റെ ഒരു വിചാരങ്ങളും നമ്മളെ കീഴടക്കി കളയാതെ. പലപ്പോഴും എന്നോട് ഞങ്ങളുടെ ഈ സെന്ററിലുള്ള ഒരു സഭയിലെ ദേവദാസൻ പറഞ്ഞു, ഞാനിരിക്കുന്ന സഭയിൽ ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് ആയിട്ടുള്ള ദേവദാസന്മാർ വന്നാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അവർ തട്ടിപ്പോകുന്നു. കാരണം അത്രമാത്രം ടെൻഷനുകൾ ആ സഭയ്ക്കകത്തുണ്ട്. അപ്പൊ അത് നേരിടാൻ പോയാൽ ഇത്തരത്തിലുള്ള രോഗികളായിട്ടുള്ളവർ ഈ സഭയിൽ ചാർജ് എടുത്താൽ അധികം ദിവസം ഈ സഭയിൽ ശുശ്രൂഷകൾ ഉണ്ടാകത്തില്ല. കാരണം അത്രമാത്രം സംഘർഷപരിതമാകുന്ന അവസ്ഥകളാണ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നാ ദേവദാസൻ, ചെറുപ്പക്കാരനായിട്ടുള്ള ദേവദാസൻ എന്നോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഒത്തിരി മാനസിക സംഘർഷങ്ങളൊക്കെ നമ്മെ അലട്ടുന്നു. അതൊന്നും വികാരങ്ങളായി കാടുകയറി നമ്മളെ തകർത്ത് കളയാതെ വചനമാകുന്ന ആയുധം, വചനമാകുന്ന പരിചയത്തെ എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. തുടർന്നുള്ള സമയം ജനീഷ് വാസം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ യോഗത്തിലൂടെ പര്യവസാനിപ്പിക്കും. അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ വ്യാഴാഴ്ചയുടെ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം.